വിർച്വൽ അറസ്റ്റ് വഴി മാർ കൂറിലോസിനെ പഞ്ഞിക്കിട്ട ടീം വീണ്ടും. കേരളത്തിൽ വിർച്വൽ അറസ്റ്റ് വഴി കോടികൾ തട്ടുന്ന ടീം ഇപ്പോൾ സജീവമായിരിക്കുകയാണ്. കംബോഡിയ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത് എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ 2 വർഷത്തിനിടെ, അതായത് 2024 മുതൽ 2026 ഏപ്രിൽ വരെയുള്ള കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ 80.17 കോടി രൂപയാണ് ഈ സംഘം തട്ടിയെടുത്തത്. ഇതിൽ 25 കോടി രൂപ മാത്രമേ പോലീസിന് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞുള്ളൂ. ഈ സംഘം തട്ടിപ്പിനിരയാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് യാക്കോബായ സുറിയാനി സഭയുടെ നിരണം മുൻ ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ്. അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും 15.5 ലക്ഷം രൂപയാണ് ഈ മാഫിയ സംഘം തട്ടിയെടുത്തത്. അദ്ദേഹം കീഴ്വായൂർ പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2024 ഓഗസ്റ്റ് 8-നാണ് കൂറിലോസിന്റെ പക്കൽ നിന്നും ഇത്തരത്തിൽ വിർച്വൽ അറസ്റ്റ് വഴി ഈ സംഘം തട്ടിയെടുത്തത്. മാർ കൂറിലോസിനെ അറിയാമല്ലോ, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഈ ചെഗുവേര കയറുന്നയാളാണ്. മാർക്സിസ്റ്റ് പാർട്ടിയെ ഉപദേശിക്കുക, മാർക്സിസ്റ്റ് പാർട്ടിയെ നേരായ വഴിക്ക് നടത്തുക തുടങ്ങിയ ജോലികളാണ് അദ്ദേഹത്തിന്റെ ആത്മീയ പ്രവർത്തനത്തിന് ഉപരിയായി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനമായി അദ്ദേഹം ജി സുധാകരനെ ന്യായീകരിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. ഏതാണ്ട് 62 വർഷത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് അമ്പലപ്പുഴ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജി സുധാകരന്റെ ലൈൻ ശരിയാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. രണ്ടാമത്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മറ്റൊരു ഉപദേശം, ഇടതുപക്ഷം നിലനിൽക്കണമെങ്കിൽ തുടർ ഭരണം കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചെഗുവേരയാകുന്ന ആളാണ് മാർ കൂറിലോസ്. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യമാണ്? ഈ പറയുന്ന സംഘം അദ്ദേഹത്തെ വളരെ നൈസായി 15.5 ലക്ഷം രൂപ തട്ടിയെടുത്തതാണ്. അങ്ങനെ മാർക്സിസ്റ്റ് സൈദ്ധാന്തികനായി രംഗത്ത് വരുന്ന ഈ ആത്മീയ വ്യാപാരിയുടെ പക്കൽ നിന്നും ഇത്തരത്തിൽ തട്ടിയെടുത്ത ഈ ടീം തന്നെയാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത്. ഈ വിർച്വൽ അറസ്റ്റ് മാഫിയ നടി മാല പാർവതിയുടെ പക്കൽ നിന്നും പണം തട്ടിക്കാൻ ശ്രമിച്ചു. സംഗീത സംവിധായകൻ ജെറി അമൽദേവിന്റെ ഭാഗത്ത് നിന്ന് തട്ടിപ്പിന് ശ്രമിച്ചു. പക്ഷേ അവരൊക്കെ ഏറ്റവും അവസാനം ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി പോലീസിൽ പരാതിപ്പെടുകയും അത്തരത്തിൽ തങ്ങൾ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്ത ആൾക്കാരാണ്. ഈ മാഫിയ എത്ര കോടീശ്വരന്മാരിൽ നിന്നും പണം തട്ടി എന്നതിനെ സംബന്ധിച്ച് നമുക്കറിയില്ല. കാരണം ഈ കള്ളപ്പണക്കാരെ അടക്കം ഇവർക്ക് കൃത്യമായി നോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കള്ളപ്പണം സൂക്ഷിച്ചവരിൽ നിന്നും എത്ര കോടി രൂപ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം അവര് പരാതി നൽകിയില്ലെങ്കിലേ പോലീസിന് ഇത്തരത്തിൽ അന്വേഷിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പലരും ഈ പരാതിപ്പെടാതെ ഇരിക്കുന്നവരുണ്ട് എന്നുള്ള ഒരു അഭ്യൂഹവും ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. പോലീസ് പറയുന്നത് ഇത്തരത്തിലാണ്: CBI എന്ന രീതിയിൽ ഇവർ വരും, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥർ എന്ന പേരിൽ വരും, കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എന്ന പേരിൽ വരും. ഇവർ ഇത്തരത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു സെറ്റ് ഇട്ടാണ് ഇരിക്കുന്നത്. യൂണിഫോം ധരിക്കുന്നു, ഒപ്പം ഇന്ത്യൻ പതാകയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ അറസ്റ്റ് രേഖപ്പെടുന്നത്. പലതരത്തിലാണ് ഇവർ പറയുന്നത്. ഒന്ന്, നിങ്ങളുടെ അക്കൗണ്ട് വ്യാജമാണ്, ഇതിൽ ഇത്ര രൂപ കള്ളപ്പണം എത്തിക്കഴിഞ്ഞിരിക്കുന്നു, അത്തരത്തിൽ പോലീസ് നിങ്ങൾക്കെതിരെ കേസെടുക്കാൻ പോകുന്നു. ഇങ്ങനെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഇരകളെ വീഴ്ത്തുന്നത്. അത്തരത്തിൽ വീണ ഇരയാണ് മാർ കൂറിലോസ്. കൂറിലോസ് അടക്കം നിരവധി പേരാണ് ഇത്തരത്തിൽ ഇവരുടെ വിർച്വൽ അറസ്റ്റിന് ഇരയായതും അത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ടതും. പോലീസ് ഇതുവരെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസ് 999 കേസുകളാണ്. അതായത് 1000 തികയാൻ വേണ്ടി ഇനി ഒരു കേസ് കൂടെ മാത്രമേ ഉള്ളൂ. അത് ഉടൻ തന്നെ തികയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇക്കാര്യത്തിൽ പോലീസ് ജാഗരൂകരാണ്, സൈബർ സെൽ ജാഗരൂകരാണ്. അതുകൊണ്ട് സൈബർ സെൽ നിരന്തരമായി ഇത്തരത്തിൽ ബോധവൽക്കരണം നടത്തുന്നുണ്ട് വിർച്വൽ അറസ്റ്റിനെ കുറിച്ച്. അതൊക്കെ തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള വലിയ കാര്യമാണ്. സാധാരണ പൗരന്മാരെ ബോധവൽക്കരിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വവും സൈബർ സെൽ ഇതോടൊപ്പം ഏറ്റെടുത്തിട്ടുണ്ട്. ചുരുക്കത്തിൽ വിർച്വൽ അറസ്റ്റിന് ഇരയാകുന്നവരിൽ മാർ കൂറിലോസ് മുതൽ സാധാരണക്കാരൻ വരെ പെടും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതുകൊണ്ട് നമ്മൾ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. ഇത് എത്ര വലിയ ഉയർന്ന ബുദ്ധിജീവിയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഏത് പൊസിഷനിൽ നിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് സമയത്തും ഏത് സാധാരണക്കാരനും മേൽ ഇത്തരത്തിൽ വിർച്വൽ അറസ്റ്റ് ഉണ്ടാക്കി
പണം തട്ടിക്കും എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി. അതുകൊണ്ട് തന്നെ സാധാരണക്കാരന്റെ ഭാഗത്ത് നിന്നും എപ്പോഴും ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത ഉണ്ടായിരിക്കണം. അത് സൈബർ പോലീസ് പറയുന്നതിന് അനുസരിച്ച് നമ്മൾ അക്കാര്യത്തിൽ ബോധവാന്മാരായിരിക്കണം എന്നുള്ളതാണ് ഈ വിർച്വൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.